നമസ്കാരം. ഗുഡ് പേരന്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഒത്തിരി ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഒത്തിരി ഉണ്ടല്ലേ, ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഒത്തിരി അറിവുള്ളവർ, നമ്മളെപ്പോലെ വീട്ടമ്മമാരൊന്നുമല്ല, നല്ല അറിവുള്ള ആൾക്കാർ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാറുണ്ടോ എന്നൊരു ചെറിയ സംശയം അല്ലേ? കാരണം ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരണമെങ്കിൽ അവനെ നമ്മൾ വളർത്തുന്ന രീതിയിലിരിക്കും അവൻ്റെ സ്വഭാവങ്ങളെല്ലാം. ഒരു ഒരു മാങ്ങാണ്ടി നട്ട് കഴിഞ്ഞിട്ടുണ്ട്, അത് വലിയ മാവായി, അതൊരു ഫലവൃക്ഷമായി, എല്ലാവർക്കും അത് മാമ്പഴം കൊടുക്കുന്ന ഒരു മരമാകണമെങ്കിൽ അതിനെ നമ്മൾ വളർത്തുന്ന രീതിയിലിരിക്കും അല്ലേ? അതൊരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശരിക്കും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത്? നമ്മുടെ വീട്ടിൽ നമ്മൾ മാതാപിതാക്കൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതാണ് നമ്മുടെ മക്കൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു മാറ്റവും അതിന് വരാറില്ല. തലമുറകളായിട്ട് നമ്മൾ എന്താണോ കാണിച്ചു കൂട്ടുന്നത് അതേ നമ്മുടെ മക്കൾ ചെയ്യുള്ളൂ. അല്ലാണ്ട് പുതിയതായിട്ട് ഒരെണ്ണം എടുത്ത് അവരിലേക്ക് എന്താ പറയുക ഇഞ്ചക്ട് ചെയ്യാനൊന്നും സാധിക്കുകയൊന്നുമില്ല. പല മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളെ നോക്കുന്നില്ലായിരിക്കും. എന്നിട്ട് പ്രായമായി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ നോക്കണില്ല, അവരെ വളർത്തിയതിൻ്റെ തെറ്റല്ല, ഞാൻ അങ്ങനെയാണ് വളർത്തിയത്, നന്നായിട്ടാണ് വളർത്തിയത്, അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. പല കുടുംബത്തിലും മതസ്പർദ്ധയായിട്ടും കുറേ മതപുരോഹിതന്മാരാണെന്നും പറഞ്ഞ് വേഷം കെട്ടിയിരിക്കണവർ പറയുന്നത് കേട്ടും ജാതിയും മതവും തിരിച്ചും ഒക്കെയാണ് പല കുടുംബത്തിലും മക്കളെ വളർത്തിവിടുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ വായുവും വെള്ളവും എല്ലാം വേർതിരിച്ച് തരേണ്ട ഇതാ ഉള്ളത് അല്ലേ? ഈ മുസ്ലിമിന്, ക്രിസ്ത്യനിന്നത്, ഹിന്ദുവിനിന്നത് എന്നും പറഞ്ഞ് എല്ലാം മാറ്റി വരയ്ക്കേണ്ടതായിട്ട് വരും. ഈ ലോകത്ത് അങ്ങനെ ഒന്നുമില്ല. നമ്മളാണിതെല്ലാം അതിർവരമ്പുകളും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതാണ് നമ്മൾ നമ്മുടെ മക്കളിലേക്കും കുത്തിവെച്ച് വെക്കുന്നത്. ജാതിയും മതവും നമ്മൾ തന്നെ വളർത്തുന്നു. അതേപോലെ വീട്ടിലെ നമ്മുടെ മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണം എന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എന്താ? അച്ഛനെയും അമ്മേനെയും ചീത്ത പറയുന്നതും അച്ഛനെ അമ്മേനെ എടുത്തിട്ടടിക്കുന്നതും ഒക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ചുമ്മാ ഒരു ഉദാഹരണമായിട്ട് പറയും, നീ എൻ്റെ വീട്ടിലേക്കോ എൻ്റെ പ്രായമായ അമ്മേനെ എടുത്തിട്ട് ഇടിക്കണ ഇടി ഞാൻ കാണിച്ചു തരാമെന്ന്. അതാണ് നമ്മൾ വളർത്തി വയ്ക്കുന്നത്. അമ്മ പോരായി, നാത്തൂൻ പോരായി, നമ്മളിങ്ങനെ ഓരോ പോരുകളും നമ്മുടെ മക്കൾ കണ്ട് വളർന്നിട്ട് ഓരോ കുടുംബത്തിലും ആരുമായിട്ട് യോജിപ്പുമായിട്ട് ഒറ്റ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കില്ല. അപൂർവം വീടുകളിൽ മാത്രമേ ഉള്ളൂ സ്നേഹത്തോടെ കഴിയണത്. പലയിടത്തും അവർ തമ്മിൽ പിരിയാനും എന്തോ അറിയത്തില്ല, ഒന്നെങ്കിൽ സ്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ അവർ വേർതിരിഞ്ഞാണ് താമസിക്കുന്നത്. എന്നിട്ട് അവർ മക്കൾ നന്നായില്ല എന്നിട്ട് അവർ അഭിപ്രായപ്പെടുകയും ചെയ്യും. എങ്ങനെ നന്നാവും? മക്കളുടെ ഉള്ളിലേക്ക് നമ്മൾ കുത്തിവെച്ചാൽ വിഷമാണ് മക്കളുടെ ഉള്ളിൽ കിടക്കുകയുള്ളൂ. അവർ ഏതെങ്കിലും കുറേ കാലം അവർ നമ്മുടെ കീഴിൽ നിന്നിരിക്കും. മക്കൾ ഒരു പ്രായം വരെ മക്കൾ നമ്മുടെ കീഴിൽ നിൽക്കും. അത് കഴിയുമ്പോൾ മക്കൾ അവരുടെ തനിക്കുണം പുറത്തെടുക്കുകയും ചെയ്യും. എന്നാലും നമുക്ക് പരമാവധി നന്നായിട്ട് ജീവിക്കുന്ന കുടുംബക്കാരുണ്ട്. എങ്കിലും നമുക്ക് പരമാവധി മക്കളോട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന മാതൃകകളുണ്ട് ഇല്ലേ? ഉപദേശം ആദ്യത്തെയാണ്. ഉപദേശം എന്ന് പറയുന്നത് നമ്മൾ ഉപദേശിക്കാൻ അർഹതയുണ്ടോ എന്ന് ആലോചിച്ച ശേഷം മാത്രമേ നമ്മൾ മക്കളെ ഉപദേശിക്കാൻ തുടങ്ങാവുള്ളൂ. ഉപദേശം ഒരു മനുഷ്യനും ഇഷ്ടമല്ലാത്ത സാധനമാണ്. നമുക്കും ഇഷ്ടമല്ല. നമ്മളെ ആരെങ്കിലും ഉപദേശിക്കണം നമുക്ക് ഇഷ്ടമാണോ? നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളോട് എങ്കിലും പറയുകയാണ്, തുടങ്ങി എന്ന് പറയണ കൂട്ടരാണ് നമ്മൾ. പിന്നെ നമ്മളെ മക്കളെ നമ്മൾ ഉപദേശിക്കാൻ തുടങ്ങിയാൽ എന്തോരം മക്കൾ നന്നായി വരും ഇല്ലേ? ഒരിക്കലും ഒരു മക്കൾക്കെന്നല്ല, ഒരു മനുഷ്യർക്ക് പോലും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഉപദേശം. ഉപദേശിച്ച് ആരെയും നന്നാക്കാമെന്ന് വിചാരിക്കുകയും വേണ്ട. ഉപദേശമൊക്കെ ഒരു പരിധി കൂടുതൽ അപ്പുറത്തോട്ട് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും യാത്രകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ആരെങ്കിലും ഗസ്റ്റുകളെ കണ്ടോ ആണ് മക്കൾ പഠിക്കും. നമ്മൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ സുഹൃത്തുക്കളായിട്ടാണ് നമ്മുടെ മക്കളോട് പെരുമാറുന്നത് അത് കണ്ട് മക്കൾ പഠിക്കും. ചില മക്കളോട് ചോദിച്ചിട്ടുണ്ട് അവരുടെ അച്ഛനെ ഇഷ്ടം അല്ലെങ്കിൽ അമ്മേനെ ഇഷ്ടം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതെന്ന് വെച്ചാൽ അവരുടെ ആ പെരുമാറ്റമാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. ചില മക്കൾ പറയണ കേട്ടിട്ടുണ്ട് എനിക്ക് രണ്ടുപേരും ഇഷ്ടമല്ല എന്ന് പറയണവരുണ്ട്. പക്ഷെ പുറത്ത് പറയാൻ ആ പിള്ളേർക്ക് മടിയാണ്, പേടിയാണ്. ചില കാരണവന്മാർ മക്കളെ പിടിച്ച് അടിക്കണ കണ്ടിട്ടുണ്ട്. ഈ അടിക്കണ കൊണ്ട് മക്കളുടെ മനസ്സിനുള്ളിൽ പോകുന്നൊരു മെസ്സേജ് എന്താണെന്നറിയാവോ? അവനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനേക്കാളും താഴ്ന്ന ഒരു ഇതിലുള്ളവനെ എടുത്തിട്ട് അടിക്കാമെന്നാണ് അവൻ്റെ ഉള്ളിലേക്ക് പോകുന്ന മെസ്സേജ്. അപ്പോൾ അവൻ മറ്റവനെ ഉപദ്രവിക്കാൻ അവൻ എന്നാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പൊതുസമൂഹത്തിൽ ചെല്ലുമ്പോൾ ഉപദ്രവിക്കാം എന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരിക്കലും മക്കളെ നമ്മൾ തല്ലി നേരെയാക്കാൻ ശ്രമിക്കേണ്ട. തല്ലിയിട്ടുണ്ടെങ്കിൽ മക്കൾ ചീത്തയായി പോവുക തന്നെ ചെയ്യുള്ളൂ. അവൻ്റെ മനസ്സിൽ അച്ഛനോടും അമ്മയോടും റിബലായിട്ടുള്ളൊരു സ്വഭാവം അവൻ്റെ ഉള്ളിലുണ്ടാവും. അവൻ ഒരിക്കലും നന്നാവില്ല.
കാരണം അവൻ്റെ മനസ്സിൽ ആ വെറുപ്പാണ്. അപൂർവം പിള്ളേരെങ്ങനെ നന്നായെങ്കിലേ ഉള്ളൂ. അപ്പം അവൻ്റെ മനസ്സിൽ തന്നെ ഇന്ന കാര്യത്തിന് എനിക്കിട്ട് അടി കിട്ടുന്നു, അപ്പം ഇവനും ഇങ്ങനെ കാണിച്ചിട്ട് അവൻറ്റും കൊടുക്കാം അടി എന്ന് മറ്റുള്ളവൻ്റെ അടിയോ ഉപദ്രവോ ചെയ്യാൻ വേണ്ടിയിട്ട് മുൻപന്തി. ഇങ്ങനെയുള്ള മക്കളാണ് അധികവും ഈ തമ്മിത്തല്ലും കത്തിക്കുത്തും വഴക്കിലും ചെന്ന് ചാടുന്നത്. ഈ രീതി വളരുന്ന മക്കളാണ്. അതുകൊണ്ട് ഒരിക്കലും മക്കളെ ഉപദേശം കൊണ്ടോ അടി കൊണ്ടോ നന്നാക്കാമെന്ന് ആരും വിചാരിക്കണ്ട. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കുക. തെറ്റൊത്തിരി ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു പ്രായം വരെ അവർക്ക് മനസ്സിലാവില്ലാത്ത പ്രായം. ആ പ്രായമാണ് നമ്മൾ ഈ അടി ഉപദ്രവം കൊണ്ട് ഒരു കേട്ടിട്ടില്ലേ, മക്കളെ സുഹൃത്തുക്കളെ പോലെ കൂടെ കൊണ്ടു നടന്നാൽ അവർ നന്നായി വരും. പിന്നെ രണ്ടാമതാണ് മക്കൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട് പല പേരൻസും എവിടെയെങ്കിലും മക്കളെയും കൊണ്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ചെല്ലുമ്പോൾ കൊച്ചിനോട് ഏത് സ്കൂളിലാണ് പഠിക്കണേ അല്ലെങ്കിൽ പേരെന്നാന്ന് ചോദിക്കുക. ചാടി മാതാപിതാക്കൾ പറയും എൻ്റെ പേര് അമ്പിളിന്ന്, ഞാൻ ഇന്ന സ്കൂളിലാണ് പഠിക്കണേ എന്നിങ്ങനെ ചാടിപ്പറയും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മക്കളോട് ചോദിക്കുന്ന കാര്യങ്ങൾ മക്കളെ തന്നെ സംസാരിക്കാൻ, മക്കൾക്ക് അനുവാദം കൊടുക്കാൻ, മക്കൾക്ക് സംസാരിക്കാൻ. അല്ലാണ്ട് മാതാപിതാക്കളല്ല സംസാരിക്കേണ്ടത്. അവനാണ് ഇനി അടുത്ത ഈ ലോകത്ത് ജീവിക്കാനുള്ളവൻ. അവൻ സംസാരിച്ച് തന്നെ പഠിക്കട്ടെ. മറ്റുള്ളവർ എന്ത് ചോദിച്ചാലും അതിന് ആൻസർ പറയാൻ അവൻ ബാധ്യസ്ഥനാണ്. അവൻ സന്തോഷത്തോടു കൂടി പറയുകയും ചെയ്യും. അല്ലാണ്ട് മാതാപിതാക്കളല്ല എപ്പോഴും ഇവർ കൂടെ ഉണ്ടാവും മക്കളുടെ കൂടെ. ഇല്ലല്ലോ. എല്ലാ കാര്യവും മക്കൾ സ്വയം ചെയ്യാൻ മക്കളെ പഠിപ്പിക്കുക. അപ്പം തന്നെ ആ പ്രശ്നങ്ങൾക്ക് അല്ലാണ്ട് ഒരു കടയെ കൊണ്ടുപോകില്ല, ഒരു സാധനം മേടിക്കാൻ കൊച്ചിനെ പറഞ്ഞില്ല, ഒരു റേഷൻ കട എവിടെയാണെന്ന് അവൻ അറിയത്തില്ല, ഒരു ബസ്സിൽ കയറി ഒരു സ്ഥലത്ത് പോകാൻ അറിയത്തില്ല. ഇങ്ങനെ മക്കളെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. മക്കളെ എന്നിട്ട് പൂരം ഉപദേശവും കൊടുത്ത് അടിയും കൊടുത്ത് അവനെ കൊണ്ട് സംസാരിപ്പിക്കാതെ ഇങ്ങനെ ഒരു ചട്ടക്കൂട്ടിനകത്താക്കി വെച്ചുകൊണ്ടിരിക്കും. അത് തെറ്റായ കാര്യം. അതല്ല, അവൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും പറയാനുമുള്ള സ്വാതന്ത്ര്യം അവനുണ്ടായിരിക്കണം. പിന്നെയാണ് എന്ത് കാര്യങ്ങളും ചെയ്യാൻ അവനെ അനുവദിക്കുക. ചില മാതാപിതാക്കളുണ്ട് കേട്ടോ, കൊച്ചെന്തെങ്കിലും കാര്യം ചെയ്യാനങ്ങ് ഇറങ്ങുമ്പോഴത്തേനും പറയും ഞാൻ ചെയ്തോളാം, നീ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയും. ഒരു കാര്യം അവനെ കൊണ്ട് അവൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോക്കോട്ടെ, ചിലപ്പോൾ പൊട്ടത്തെറ്റായിരിക്കും ചെയ്യണത്, എങ്കിലും അവന് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. അവനത് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ അതിൻ്റെ ആ ഒരു ഐഡിയ ഉണ്ടായി വരും. അല്ലാണ്ട് ചെയ്യണ്ട, അങ്ങനെ നീ അത് കാണിച്ചിട്ടുണ്ട്, അത് തെറ്റാ, നീ അങ്ങനെ കാണിച്ചാൽ ശരിയാവില്ല എന്ന് പറയാതെ ഇരിക്കുക. പിന്നെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ മക്കളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. ഇപ്പം എൻ്റെ മകനെ ഒരു എഞ്ചിനീയർ ആക്കണം എന്ന് എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമുണ്ട്. അവൻ അതിന് ആഗ്രഹമില്ല, ഡിഗ്രിക്ക് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആക്കാൻ വേണ്ടിയിട്ട് അവനെ നിർബന്ധിച്ചുകൊണ്ട് എഞ്ചിനീയറിങ്ങിന് കൊണ്ട് വിടുക എന്ന് പറഞ്ഞാൽ അത് ആ കൊച്ചിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയായിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അവനൊരു വ്യക്തിയാണ്. അവൻ വളർന്നു വരുമ്പോൾ അവനൊരു ഈ നാട്ടിലൊരു പൗരനായിട്ടാണ് അവൻ വളർന്നു തന്നെ. നമ്മുടെ കാലങ്ങൾക്ക് പെട്ടെന്ന് കടന്നു പോകും. അപ്പോൾ അവനാണ് ഇനി ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള അനുവാദം അവനുണ്ടായിരിക്കണം. അല്ലാണ്ട് നമുക്ക് നടക്കാതെ പോയ കാര്യങ്ങൾ, എനിക്കിപ്പോൾ എഞ്ചിനീയർ ആകാനാണ് താല്പര്യം, ഞാൻ പഠിക്കാത്തത് എൻ്റെ കുഴപ്പമാണ്. അത് ഞാൻ എൻ്റെ മകൻ്റെ മേലിലേക്കോ അല്ലെങ്കിൽ മകളുടെ മേലിലേക്കോ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് തെറ്റായ ഒരു പ്രവണതയാണ്. അത് അങ്ങനെ ചെയ്യാതിരിക്കുക. അത് അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, മൂല്യം. അവനെ ഒരു മൂല്യമുള്ള വ്യക്തിയായിട്ട് വളർത്തുവാൻ ശ്രമിക്കുക. ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. അവനെ അംഗീകരിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവനെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ അവനെ വഴക്ക് പറയുന്നതോ ഒഴിവാക്കുക. അവനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവനെ മാറ്റി നിർത്തി ആരുമില്ലാത്ത സമയത്ത് അവനോട് പറയുക. നമ്മളെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ വല്ലതും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിഷമം, നമ്മൾ ചീത്ത പറഞ്ഞാൽ നമുക്ക് പിടിക്കുമോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ആ കുട്ടീനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പം ആ കുട്ടിക്ക് എന്തുമാത്രം ഫീൽ ഉണ്ടെന്ന്? അവനും ഒരു വ്യക്തിയല്ലേ, അവൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയാതിരിക്കുക. പരമാവധി അതിൽ നിന്ന് ഒഴിവായി പോവുക. പിന്നെയുണ്ട്, ഏതെങ്കിലും കടകളിലോ എന്തെങ്കിലും ആവശ്യവും അത്യാവശ്യവും അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. പൈസ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണോ കടയിൽ നിന്ന് വാങ്ങണത്, അത് അത്യാവശ്യമുള്ളതാണോ എന്നിങ്ങനെ അവനോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം, അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ, ആവശ്യത്തിനല്ല അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. ആവശ്യമുള്ളത് പിന്നത്തേക്ക് മതി എങ്കിൽ അത് ഒഴിവാക്കാൻ അവനെ കൊണ്ട് ശീലിപ്പിക്കുക. അതേപോലെ എല്ലാ കാര്യത്തിലും പൈസ എടുത്ത് കൊടുക്കുന്നതും കടയിൽ കാശ് കൊടുക്കുന്നതും ഒക്കെ അവനെ ശീലിപ്പിക്കുക. ഒരു പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ പെട്രോൾ അടിച്ചു കഴിയുമ്പോൾ ഇന്നാടാ നീ പൈസ കൊടുത്തേരെ എന്നും പറഞ്ഞ് അവൻ്റെ കൈ കൊടുപ്പിക്കുക. അപ്പോൾ അവന് അതിൻ്റെ മൂല്യം അവന് മനസ്സിലാകാൻ സാധിക്കും. അയ്യോ എന്നെ അംഗീകരിച്ചല്ലോ, എന്നോടൊരു അഭിപ്രായം ചോദിച്ചല്ലോ എന്ന് പറയും. അതേപോലെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ മക്കളെയും കൂടെ കൂട്ടി ഉൾപ്പെടുത്തുക. എന്നിട്ട് നിന്റെ അഭിപ്രായം എന്നാ,
ചിലപ്പം അവൻ്റെ അഭിപ്രായം പൊട്ട അഭിപ്രായമായിരിക്കും, എങ്കിലും അവൻ്റെ അഭിപ്രായം ചോദിക്കാണ്ടിരിക്കരുത്. നമ്മൾ അവനോട് അഭിപ്രായം ചോദിക്കുക, നിൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് നിനക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ളത് എന്ന് ചോദിക്കുക. അവൻ അതിൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കും. അവൻ്റെ ആ കുഞ്ഞു മനസ്സിൽ എന്താ അഭിപ്രായം ഉള്ളതെന്ന് വെച്ചാൽ അവൻ പറയും. ചിലപ്പം നല്ല അഭിപ്രായമായിരിക്കും, കാരണന്മാരെടുക്കണേക്കാളും നല്ല തീരുമാനമായിരിക്കും കൊച്ചെടുക്കുന്നത്. അപ്പം അത് ഏതാണെന്ന് വെച്ചാൽ അതങ്ങനെ ചോദിച്ച് അവനോടും ഒരഭിപ്രായം ചോദിക്കുക. പിന്നെ പൈസയുടെ മൂല്യം അവനെ പഠിപ്പിക്കുക. പൈസ സമ്പാദിക്കുന്ന പാവമാണ്, പൈസക്കാരെല്ലാം മോശക്കാരാണ് എന്നുള്ള ചിന്താഗതി കളയുക. ആ ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ പൈസ ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ. പൈസ ഇല്ലാണ്ട് ഒരു കാര്യം നമുക്ക് നടക്കില്ല. പൈസയെ സ്നേഹിക്കാണ്ടൊന്നും ഈ ലോകത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിച്ചവരല്ല പൈസയല്ലേ, പൈസയ്ക്ക് അങ്ങനെ ആർത്തി കൂടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു. അതുകൊണ്ട് പൈസേനെ സ്നേഹിക്കാൻ പഠിക്കുക, പൈസയ്ക്ക് ഒരു വില കൽപ്പിക്കുക, അതിൻ്റെ മൂല്യം എന്താണെന്ന് മക്കളെ പറഞ്ഞു മനസ്സിലാക്കുക, അതിനെ സ്നേഹിക്കുക. പിന്നെ മറ്റുള്ളവരെ നല്ല വ്യക്തികളുമായിട്ടുള്ള സൗഹൃദങ്ങൾ മക്കളെ കാണിച്ചു കൊടുക്കുക. നല്ല സ്വഭാവമുള്ള ആൾക്കാരെ, നന്നായി ജീവിക്കുന്ന ആൾക്കാരെ, സമൂഹത്തിന് നല്ലത് ചെയ്യണവരെ ഒക്കെ നമ്മളെ മക്കളെ കാണിക്കുക, അവരുടെ അടുത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുക. അല്ലാണ്ട് വലിയ സെലിബ്രിറ്റികളുടെ അടുത്ത് കൊണ്ടുപോകുന്ന കാര്യമല്ല പറയാം. വെറും സാധാരണക്കാരൻ മതി, അവരുടെ അടുത്ത് കൊണ്ടുപോയി അവരെ കാണിച്ചു കൊടുക്കുക. അവരുമായിട്ടുള്ള ആ വർത്തമാനത്തിൽ സംസാരത്തിൽ കൂടെയും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വരും. പിന്നെ തമാശേന രൂപത്തിലെ മക്കളോട് സംസാരിക്കാവുള്ളൂ. ഒരു കൂട്ടുകാരനെ പോലെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക മക്കളോട്. അപ്പോഴും ഒരു സന്തോഷം അവരുടെ ജീവിതത്തിലുണ്ട്. മക്കളെ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കാതിരിക്കുക. ചിലരുണ്ട് പഠിക്കാനൊക്കെ നിർബന്ധിച്ചങ്ങോട്ട് ഇരുത്തും. അത് പഠിക്കാനിരിക്കണമല്ല. ആ കുട്ടി ചുമ്മാ പുസ്തകം തുറന്നു വെച്ച് അവിടെ ഇരിക്കുകയുള്ളൂ. ആ സമയത്ത് അവന് മനസ്സിലാക്കി കൊടുക്കുക, പഠിക്കേണ്ടത് ഇന്ന രീതിയിലാണ്, പഠിച്ചാൽ മാത്രമേ നമ്മുടെ ഭാവി സുരക്ഷിതമാവുള്ളൂ എന്നുള്ള കാര്യങ്ങൾ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് നല്ലതാണ്. പിന്നെ ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമുണ്ട്, നോ പറയാൻ പഠിപ്പിക്കുക. നമ്മളോർക്കും നോ പറയാൻ പഠിപ്പിക്കണ ഒരു മോശം സ്വഭാവം അല്ലേ എന്ന് വിചാരിക്കും. ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ള ഒരു വാക്കാണ് നോ. നമ്മൾ എന്താ പറയുക, നമ്മൾ ചൂഷണം ചെയ്യപ്പെടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ നോ പറഞ്ഞിരിക്കണം. അത് പ്രായമാകുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവുള്ളൂ. ചെറുപ്പത്തിലും ഉണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് തോന്നിയിട്ടുണ്ട്, അവൻ ചാടി നോ പറയാൻ അവന് പറ്റും. അപ്പോൾ അവനോട് ചോദിച്ചേക്കണം, അതിൻ്റെ നീ നോ പറയാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ അവൻ വ്യക്തമായിട്ട് അവൻ പറഞ്ഞുതരും. അവന് ആ കുഞ്ഞു മനസ്സിൽ തോന്നിയ കാരണം എന്താണെന്ന് അവൻ പറഞ്ഞു തന്നിരിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രായമാകുമ്പോഴും നമ്മൾ പലയിടത്തും നോ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സാമ്പത്തികമായിട്ടും അല്ലാതെയും നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരവസരത്തിൽ നമുക്ക് നോ പറയാൻ പറ്റുന്നുവെങ്കിൽ അതാണ് ഏറ്റവും. നമ്മൾ വഞ്ചിക്കപ്പെടും എന്ന് തോന്നുമ്പോൾ നമുക്ക് നോ പറയാൻ നമ്മുടെ മക്കളെയും കൂടെ നമ്മൾ പഠിപ്പിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ മക്കളെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ എന്താ പറയുക, മനുഷ്യരെ മതത്തെയോ വേർതിരിച്ച് കാണുന്ന ഈ മതപുരോഹിതന്മാരെ അതുപോലെയുള്ള ചൂഷണത്തിലൊന്നും ഇടപെടാതെ നമ്മൾ സന്തോഷത്തോടും ഐക്യത്തോടും സ്നേഹത്തോടും കൂടി കഴിയാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. എല്ലാവരെയും സമന്മാരായി കാണാൻ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് ഓരോ വീട്ടിൽ നിന്നും അങ്ങനെ പഠിപ്പിക്കുമ്പോൾ തന്നെ സമാധാനവും സന്തോഷവും ഉണ്ടാകും. അല്ലാണ്ടൊന്നും വേറെ പുറത്തുനിന്നൊന്നും ഒരു സമാധാനവും കിട്ടുകയില്ല. മക്കളെ അടിച്ചോ അങ്ങ് ഉപദേശിച്ചോ ഒന്നും നന്നാക്കാനും ശ്രമിക്കാതിരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒത്തിരി പേരൻറ്റിങ്ങിനെ കുറിച്ച് ഒത്തിരി വീഡിയോകളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ നോക്കിയിട്ട് ജീവിതത്തിൽ മറിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഈ മൂല്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മൾ നല്ലത് കാണിച്ചു കൊടുക്കാൻ, നമ്മളെ കണ്ടു വളരാൻ നമ്മുടെ മക്കളെ അനുവദിക്കുക. അത്രയേ ഉള്ളൂ.